Hello everyone, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I'm going to react on 2024 Mollywood Best Actors Tribute Massive Malayalam, and here you will see Fafa and उनके अलावा बहुत ही amazing actor नजर आएंगे, and this massive is edited by Beacon Reels. So let's check out this video. Before that, अगर आप लोग channel पे नए हैं then just subscribe and keep supporting me, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. മലയാളം സിനിമ 2024. മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്ന് 2024. അതിൽ ഒരുപാട് പേരെ കണ്ട് നമ്മൾ സിനിമാ കൊട്ടകളിൽ ഉയർത്തി. The mind blowing performance of 2024. Part 2 is the iconic. Okay, let's see. മലയാളത്തിൽ ഓൾറെഡി നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആരാധക പിന്തുണ ഒരുപാടുള്ള ഒരു നായകൻ. അയാളുടെ കരിയറിൽ അത്രത്തോളം വർഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഈ വർഷം ഇറങ്ങുകയുണ്ടായി. ബെന്യാമിൻ എഴുതിയ ആടുജീവിതത്തെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം 10 വർഷത്തോളം പ്രീ അതിന്റെ ഫലം അനുഭവിച്ചറിയുക തന്നെ ചെയ്തു. ആദ്യ മൊത്തം കളക്ട് ചെയ്തത് 150 കോടിക്ക് മുകളിൽ. കേരളത്തിന് പുറത്തും ഹെവി റെസ്പോൺസ്. അതിലെ നായകനായി വന്നവൻ അയാളുടെ പീക്ക് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. കാണുമ്പോൾ തന്നെ അവർ ഉദ്ദേശിക്കുന്നതിന്റെ പീക്ക് നമ്മൾക്ക് മനസ്സിലായിരിക്കും. നജീബ് എന്ന കഥാപാത്രത്തെ അത്രയും മികച്ചതാക്കി തന്നെ അയാൾ അവതരിപ്പിച്ചു. അവസാനം ഒട്ടകങ്ങളോട് യാത്ര പറയുന്ന സീനും പൂർണ്ണ നഗ്നനായി പൈപ്പിന്റെ ചുവട്ടിലേക്ക് നടക്കുന്ന സീനുമൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി അയാൾ എത്രത്തോളം വർക്ക് എടുത്തിട്ടുണ്ട് എന്നത് ആ സീനുകളിൽ നിന്നു തന്നെ വ്യക്തമാണ്. ഇടയ്ക്ക് തടി കൂട്ടിയും പിന്നീട് അത്രയും അതിലേറെയും കുറച്ചും വർഷങ്ങളോളം നീണ്ട ഷെഡ്യൂളുകളിൽ അയാളെ തന്നെ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. അവിടെയും അയാളുടെ ആ വർഷത്തെ ഡോമിനൻസ് അവസാനിച്ചില്ല. അയാളുടെ കംഫർട്ട് സോൺ അല്ലാത്ത കോമഡിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് അതിലെ ക്ലൈമാക്സിൽ ആ ഐക്കോണിക് വാക്കൊക്കെ വേറെ ലെവലായിരുന്നു. അതെ, മോളിവുഡിന്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവൻ പൃഥ്വിരാജ് സുകുമാരൻ. അടുത്തത് കുറച്ചു കാലങ്ങളായി ശീലിച്ച മട്ടിൽ ഹിറ്റുകൾ മാത്രം ഈ വർഷവും നൽകിയ ഒരു നായകനാണ്. കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്നും 2024 അയാൾ തുടങ്ങി. 2 സിനിമകൾ അഭിനയിച്ചു, രണ്ടും സൂപ്പർ ഹിറ്റ്. അതിലെ കമേഴ്ഷ്യൽ സിനിമയായ ടർബോയിൽ ഭേദപ്പെട്ട രീതിയിൽ കോമഡി കൈകാര്യം ചെയ്യുകയും മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്ത അയാളുടെ പീക്ക് പക്ഷേ നമ്മൾ കണ്ടത് അതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപേ ആയിരുന്നു. ഭൂതകാലത്തിന്റെ ഡയറക്ടറായ രാഹുൽ സദാശിവന്റെ 2ാം സിനിമ. ഒരു കമേഴ്ഷ്യൽ സിനിമയായിരുന്നില്ല അത്, പോരാത്തതിന് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും. പക്ഷേ ക്രിറ്റിക് വാല്യൂവിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും വൻ കളക്ഷനുമായി സിനിമ മുന്നേറി. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയേണ്ടി വരും. കൊടുമൺ പോറ്റിയായി അത്രയും പെർഫെക്ഷനോടുകൂടെ തന്നെ അയാൾ സ്ക്രീനിൽ അവതരിച്ചിരുന്നു. ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ആക്ടിങ്ങിലെ പീക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാം. മുറുക്കിച്ചു വന്ന ചുണ്ടുകളുമായി ഒറ്റമുണ്ട് മാത്രമെടുത്ത് ചാരുകസേരയിൽ നിവർന്നിരിക്കുന്ന പോറ്റിയെ കാണിക്കുന്ന ഇൻട്രോ സീനും പോകാൻ അനുവാദമില്ലെന്ന് പറയുന്ന സീനുമൊക്കെ നമ്മൾ എത്ര തവണ അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ടാകും. അതെ, സമകാലിക മലയാള സിനിമയിലെ മോസ്റ്റ് കൺസിസ്റ്റന്റ് സ്റ്റാർ, മോസ്റ്റ് കൺസിസ്റ്റന്റ് ആക്ടർ, അവർ പ്രസന്റ് ഗോട്ട് ഓഫ് ആക്ടിംഗ് മമ്മൂട്ടി. അടുത്തത് ഒരു ചെറിയ നായകൻ എന്ന് പറയപ്പെട്ടവന്റെ തിരിച്ചുവരവാണ്. കഴിഞ്ഞ 5-10 വർഷങ്ങളായി 1-2 സോളോ ഹിറ്റ് മാത്രം സ്വന്തമായുള്ള അയാളിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയോ പ്രതീക്ഷയോ ഇല്ലായിരുന്നു. മറ്റു ചില വലിയ ചിത്രങ്ങൾക്കൊപ്പം ഇറങ്ങിയ ജയ് ഗണേഷ് എന്ന സിനിമ പരാജയമായെങ്കിലും അതിലെ പെർഫോമൻസ് ഒക്കെ OTTക്ക് ശേഷം അത്യാവശ്യം ജനസമ്മതി കിട്ടിയതായിരുന്നു. പക്ഷെ അയാളുടെ മോസ്റ്റ് ഹൈപ്ഡ് മൂവി വരാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് മൈ ഷോയിൽ 1 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റുകൾ ആ സിനിമയ്ക്ക് റിലീസിന് മുന്നേ ഉണ്ടായിരുന്നു. പലർക്കും പടത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സിനിമ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി.
ജനപിന്തുണ അധികമില്ലാതിരുന്ന ये അയാളുടെ movie बहुत intro ज्यादा scene മുതൽ खतरनाक है and ആരാധകർ also ഞെട്ടിവിറയ്ക്കാൻ each and every തുടങ്ങി. scene going to give ഇത്രയും you നാൾ കണ്ട goosebumps, അയാളല്ല guys. അവിടെ നിൽക്കുന്നത്. സ്ക്രീനിൽ നിറയുമ്പോഴെല്ലാം അത്രത്തോളം സ്ക്രീൻ പ്രസൻസ്. സ്വാഗ് എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്നോളം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്. KGF-നെ ഓർമ്മിപ്പിച്ച ഇൻട്രോ സീനൊക്കെ മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്റർവെൽ ഫൈറ്റ്, സ്റ്റെയർകേസ് ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ്, ഓരോന്നിലും രോമാഞ്ചം ഉണ്ടാക്കിക്കൊണ്ട് അയാളുടെ സ്ക്രീൻ പ്രസൻസ് തിയേറ്ററുകളിൽ കയ്യടി ഉണ്ടാക്കി. ക്ലൈമാക്സിലെ ഡ്രസ്സപ്പ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓറയുണ്ട്. മലയാള സിനിമ കാലങ്ങളായി കാത്തിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. പ്രതീക്ഷിച്ചതിന് 100 ഇരട്ടി തന്ന, വിമർശകരെ ഓരോന്നായി ആരാധകരാക്കി മാറ്റിയ മാർക്കോ. അതെ, മലയാള സിനിമയുടെ പുതുപുത്തൻ ആക്ഷൻ സ്റ്റാർ, വൺ ആൻഡ് ഓൺലി ഉണ്ണി മുകുന്ദൻ. അടുത്തത് ഈ വർഷത്തെ എന്നല്ല, മലയാള സിനിമാ ചരിത്രത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം 1 വർഷത്തിന് മുന്നേ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം എന്ന ലോ ഹൈപ്പ് സിനിമ തിയേറ്ററിൽ വലിയ ഓളം തന്നെ സൃഷ്ടിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് അതിലെ ക്യാരക്ടറിന്റെ മാനറിസം പോലെ അയാൾ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. അതും നായകനായി അന്നത്തെ തന്നെ ഏറ്റവും ക്രിറ്റിക് വാല്യൂ ഉള്ള നടനും. അത്യാവശ്യം പ്രതീക്ഷകൾ സിനിമയ്ക്കുണ്ടായിരുന്നു. ട്രെയിലറെല്ലാം വൻ ജനസമ്മതി നേടിയെടുത്തു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനും ഒത്തിരി അപ്പുറമായിരുന്നു സിനിമ. ഒരുപാട് പ്രൊമോഷണൽ വന്ന സിനിമ ദിവസങ്ങൾ കൂടുന്തോറും തിയേറ്ററിൽ ആളുകളെ നായകന്റെ വൺ മാൻ ഷോ ആയിരുന്നു ആ സിനിമ. അയാളെ ഡയറക്ടർ അഴിഞ്ഞാടാൻ വിട്ട പോലെ. ഫൈറ്റിന് ഫൈറ്റ്, ആറ്റിറ്റ്യൂഡിന് ആറ്റിറ്റ്യൂഡ്. പക്ഷെ എടുത്തു പറയേണ്ടത് രൂപ തന്നെയായിരിക്കും. സിനിമ തുടങ്ങിയ അവസാനം വരെ തിയേറ്ററിൽ ചിരി നിർത്തിയിരുന്നില്ല. ഇമോഷൻസും മികച്ച രീതിയിൽ പോർട്രേ ചെയ്യപ്പെട്ടിരുന്നു. ചുമരിൽ നോക്കി കരയുന്ന സീനൊക്കെ സോഷ്യൽ മീഡിയകളിൽ എന്നും കാണുന്നതായിരിക്കും. മോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതായി പോകുന്ന ഒരു ചെറിയ സീൻ പോലും തന്ന ഇമ്പാക്ട് വലുതായിരുന്നു. ഒരു സിമ്പിൾ ഇൻട്രോയിൽ തുടങ്ങി ടേബിളിൽ കൈകൊണ്ടടിച്ച് പവർ കാണിച്ച സീനിലൂടെ കോമഡിയും ആക്ഷനും ഇമോഷനും നിറച്ച കഥാപാത്രം ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി. 130 കോടിയോളം നേടിയ സിനിമ OTT റിലീസിനു ശേഷം വേറെ ലെവലിലേക്ക് മാറി. ഹിന്ദിക്കാരൊക്കെ രംഗ എന്ന കഥാപാത്രത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. യൂട്യൂബിലൊന്ന് പരതി നോക്കിയാൽ രംഗണ്ണൻ ഇന്ത്യൻ സിനിമ ആരാധകരിൽ മൊത്തമായി ഉണ്ടാക്കിയ ഇമ്പാക്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അതെ, ആവേശം എന്ന സിനിമയിലൂടെ കുട്ടികളെയും യൂത്തിനെയും ഫാമിലിയെയും ഒരുപോലെ കയ്യിലെടുത്ത നമ്മുടെ രംഗ. ഇവനെ പടച്ചുവിട്ട കടവുൾക്ക് 10-ൽ 10. യെസ്, മോസ്റ്റ് പ്രോമിസിംഗ് ആൻഡ് ഇവോൾവിംഗ് ആക്ടർ ഫഹദ് ഫാസിൽ. No. There's 2. Okay. They malum. Yeah. I think each and every movie is very unique. Hold on. It's still an empty chair. Oh wow. What editing, guys? So guys, ये था 2024 Mollywood Best Actors Tribute Mashup. What amazing mashup video it is, guys. I love the editing and I love the BGM and also each and every movie का आपको थोड़ा गेम्स देखने को मिलता है and जितने भी मूवी सुपर डुपर हिट हुआ है and also जो मतलब I think कोई फ्लॉप मूवी ही नहीं होगा इस ईयर because back to back each and every movies from Malayalam industry is like top class. I love each and every Malayalam movie, guys, because like एक ऐसा मूवी नहीं होगा जो
कि आपको बोरिंग फील होगा। मैं सारा मूवी देख चुकी हूँ एंड सारा मूवी एक यूनिक स्टोरी होता है एंड सारे एक्टर एक्ट्रेस का एक्टिंग भी कमाल का होता है। एंड मार्को मूवी नहीं देखी हूँ बिकॉज आई एम जस्ट वेटिंग, जब भी OTT पे रिलीज़ होगा आई विल डेफिनेटली गोइंग टू वॉच एंड रिएक्ट ऑन ईच एंड एवरी सीन गाइस। तो फॉर दैट आई एम वेटिंग। एंड जो रिव्यू सुनने को मिल रहा है कि मूवी बहुत ज़्यादा खतरनाक हुआ है, सो डेफिनेटली आई एम गोइंग टू वॉच दैट मूवी। एंड अगर बात करें प्रीवियस मूवीज़ के बारे में, देन ईच एंड एवरी मूवी इज़ गोइंग टू एंटरटेन यू लॉट एंड लाइक आवेसम, प्रेमालू एंड Manjumal Boys. So many movies are there guys, and like 2024 is all about Malayalam movies and I just love each and movie and ये मैसेज आपको बहुत ज़्यादा अच्छा लगेगा. So I hope you like this video and if you are here for the first time don't forget to like and subscribe my channel. फिर मुलाकात होगी किसी रिएक्शन वीडियो के साथ, तब तक बाय बाय.